നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 ജനുവരി മാസം 26-ാം തീയതി 1200-ാം ആണ്ട് മകരമാസം 13-ാം തീയതി ഞായറാഴ്ച. ഇന്നത്തെ നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ്. ഉദയ നക്ഷത്രം തൃക്കേട്ട കുറച്ച് നേരമേ ഉള്ളൂ. അത് കഴിഞ്ഞ് അനിഴ നക്ഷത്രത്തിലേക്ക് പോവും. കേട്ട നക്ഷത്രം കഴിഞ്ഞിട്ട് മൂല നക്ഷത്രത്തിലേക്ക് പോവും. അപ്പോൾ മൂല നക്ഷത്രം ആണ് ബാക്കി ഫുൾ ടൈം നിൽക്കുന്നത്. അപ്പോൾ തൃക്കേട്ട ഉദയ നക്ഷത്രം തൃക്കേട്ടയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ തൃക്കേട്ട കൊള്ളൂല എങ്കിലും അന്നത്തെ മുഴു നക്ഷത്രം നോക്കുമ്പോൾ മൂല നക്ഷത്രമാണ്. മൂല നക്ഷത്രം ശുഭനക്ഷത്രങ്ങളിൽ പെടുന്നതാണ്. ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമായ നക്ഷത്രമാണ്. പക്ഷേ ഞായറാഴ്ചയാണ്. ഞായർ എന്ന് പറയുമ്പോൾ അവധി ദിവസമാണ്. ഒരാഴ്ചയിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ദിവസമാണ് ഞായറാഴ്ച. മറ്റത് ഓഫീസിലൊക്കെ പോയി അവിടുത്തെ ടെൻഷനും അസ്വസ്ഥതയൊക്കെ നിലനിന്ന് പോകുമെങ്കിൽ ശരിക്കും ഞായറാഴ്ച വീട്ടിൽ കുടുംബസമേതം ബന്ധുക്കളുമൊത്ത് സുഹൃത്തുക്കളുമൊത്ത് അല്ലെങ്കിൽ മറ്റ് ഫംഗ്ഷനോ കാര്യങ്ങളുമായി സഹപാഠികളുമായിട്ടോ ഒക്കെ ചേർന്ന് പോകുന്ന ഒരു ദിവസമാണ് ഞായറാഴ്ച. അന്ന് നല്ലതല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് പല നഷ്ടങ്ങൾ ആ ദിവസം സംഭവിക്കാനിട വരുന്ന ദിവസവും കൂടിയാണ്. അപ്പോൾ അന്നത്തെ ദിവസം വളരെ ദോഷപ്രദമായ ദിവസം അല്ല. രാവിലെ കുറച്ച് സമയം മാത്രമേ തൃക്കേട്ടേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഉറങ്ങിയൊക്കെ കഴിക്കുമ്പോൾ തൃക്കേട്ടത്തിൽ നിന്ന് മൂല നക്ഷത്രം സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞ് അങ്ങോട്ട് അനുകൂലപ്രദമായ സമയമാണ്. അപ്പോൾ ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ബർത്ത്ഡേ കേട്ട കുറച്ച് നേരമേ ഉള്ളൂ. അന്ന് മൂല നക്ഷത്രത്തിന് തന്നെ പ്രാധാന്യം കൊടുത്താൽ മതി. ശരിക്ക് മകരമാസത്തിലെ മൂല നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ ഏറ്റവും നല്ല ഒരു വർഷമാണ്. എങ്കിലും സൂര്യന് കുറച്ച് ചൂട് ഗ്രഹമാണ്. കുറച്ച് ടെൻഷനും അസ്വസ്ഥതയൊക്കെ ഉണ്ടാക്കുന്ന ദശാനാഥനും കൂടിയാണ് സൂര്യൻ. അപ്പോൾ സൂര്യനെ നമുക്ക് പ്രീതിപ്പെടുത്തി കൊണ്ടുപോകണം. അതിനുവേണ്ടി ചെയ്യാമെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും സൂര്യഭഗവാനെ രാവിലെ എണീറ്റ് തൊഴുക. അമ്പലത്തിലൊക്കെ പോകുക എന്ന് പറയുന്ന പൊതുവേ നടക്കുന്ന കാര്യമല്ല. പ്രപഞ്ചനാഥനായ സൂര്യനെ എവിടെ നിന്നും ലോകത്തെവിടെ നിന്നും നമുക്ക് പ്രാർത്ഥിക്കാം. ഏത് ദേവനായി സങ്കല്പം ചെയ്തും പ്രാർത്ഥിക്കാം. സൂര്യനിൽ നിന്ന് കിട്ടുന്ന അമൃതകിരണം കൊണ്ട് നമ്മളുടെ ഗ്രഹദോഷങ്ങൾ മാറിക്കിട്ടും. നമുക്ക് വളരെ പുരോഗതിയിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യാം. അതുകൊണ്ട് പ്രാർത്ഥന കൂട്ടണം. അമ്പലത്തിലൊക്കെ പോകാൻ കഴിയുന്നവരാണെങ്കിൽ ശിവക്ഷേത്രത്തിൽ പോവുകയും ജലധാരയും മൃത്യുഞ്ജയ അർച്ചനയൊക്കെ നടത്തി പോവുക. അതുപോലെ ഇന്നത്തെ ദിവസം ഞായറാഴ്ച കൂടുതലും നമ്മൾ വൈകുന്നേര സമയത്തൊക്കെ ആയിരിക്കും പുറത്ത് പോവുകയും ഒക്കെ ചെയ്യണത്. അങ്ങനെ പോവുകയാണെങ്കിൽ രാവുകാല സമയം നോക്കി യാത്ര തിരിക്കണം. കലണ്ടറിൽ തന്നെ 4:36 രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 4:36 4:57 തൊട്ട് രാവുകാലം ആരംഭിക്കുകയും 6:23 വരെ രാവുകാല സമയമുണ്ട്. രാവുകാല സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. അതേപോലെ തന്നെ ഗുളികകാല സമയം 3:30 തൊട്ട് 4:57 വരെ ഗുളിക കാല സമയവും യമകണ്ഠ കാല സമയം 12:37 തൊട്ട് 2:04 വരെയും യമകണ്ഠ കാല സമയമാണ്. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും അനുകൂലപ്രദമല്ല. അതുപോലെ തന്നെ അഭിജിത്ത് മുഹൂർത്തമുണ്ട്. എല്ലാ ദിവസവും ഉണ്ട്. ഞായറാഴ്ചയും അഭിജിത്ത് മുഹൂർത്തം 12:13 തൊട്ട് 1:01 വരെ 48 മിനിറ്റ് നേരം അഭിജിത്ത് മുഹൂർത്തമുണ്ട്. അഭിജിത്ത് മുഹൂർത്തം നമുക്ക് എന്ത് ദോഷഭാവങ്ങളെയും മാറ്റാൻ ശക്തിയുള്ള സമയമാണ്. പ്രത്യേകിച്ച് സൂര്യൻ്റെ ദിവസവും കൂടി ആയതുകൊണ്ട് സവിശേഷത കൂടുതലുണ്ട് താനും. അതുകൊണ്ട് ആ സമയം എന്ത് കാര്യത്തിനും നമുക്കെടുക്കാം. അതുപോലെ ഏതെങ്കിലും കാര്യങ്ങൾക്ക് പുറത്ത് പോവുകയും വീട്ടിൽ നിൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ വസ്ത്രധാരണത്തിൽ കൂടി ശ്രദ്ധിച്ചോളുക. കാരണം സൂര്യനിൽ നിന്നുള്ള അല്ലെങ്കിൽ അന്നത്തെ ദിവസത്തിൻ്റെ പോസിറ്റീവ് എനർജി മൊത്തം സ്വീകരിക്കാനായിട്ട് നമുക്ക് ഉള്ള വസ്ത്രധാരണം ശ്രദ്ധിക്കുക. താമരപ്പൂവിൻ്റെ കളറോ റോസ് കളറോ അല്ലെങ്കിൽ ചുടുകളിൻ്റെ കളറോ ആയിട്ടുള്ള വസ്ത്രം ധരിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.